കേരളത്തിന്റെ നെല്ലറയായ പാലക്കാടിനെ കർഷകരുടെ ജയിലറയാക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി സി മുഹമ്മദ് കുഞ്ഞി. ഭൂമി തരംമാറ്റലിലൂടെ ലഭിച്ച തുക കർഷകക്ഷേമത്തിന് വിനിയോഗിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ് സർക്കാർ ലംഘിച്ചെന്നും മുഹമ്മദ് കുഞ്ഞി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇടത് സർക്കാർ കർഷക ദ്രോഹത്തിനാണ് മുൻതൂക്കം നൽകുന്നത്. കാർഷിക മേഖലയ്ക്കായി ഹൈക്കോടതി ഇറക്കിയ ഉത്തരവുകൾ സർക്കാർ നിരന്തരം ലംഘിക്കുകയാണ്. കേരക കർഷകർക്കായി ലോകബാങ്ക് നൽകിയ കോടികളും സർക്കാർ വകമാറ്റി. നെല്ലറയായ പാലക്കാടിൽ നെല്ല് സംഭരണവും വിലവിതരണവും അവതാളത്തിലാണ്. കാർഷിക മേഖലയെ ബാധിക്കുന്ന പ്രശ്നങ്ങളും പ്രതിവിധികളും സമരങ്ങളും മെയ് 16-17 തീയതികളിൽ പാലക്കാട് നടക്കുന്ന സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും. പ്രതിനിധി സമ്മേളനം, സെമിനാർ, വനിതാ സംഗമം, പൊതുസമ്മേളനം എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. ഈ പരിപാടി നാളെ നടക്കുന്ന അവസരത്തിൽ ഒരു പ്രത്യേകതയുള്ളത്, മുസ്ലിം ലീഗിന്റെ ദേശീയ കമ്മിറ്റി ഇന്ന് ചെന്നൈയിൽ രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ ചെന്നൈയിൽ രൂപീകരിച്ചു കഴിഞ്ഞ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഖജാൻജി അടക്കമുള്ള നേതാക്കന്മാർ, പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്‌ദി, ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, അതുപോലെ തന്നെ ട്രഷറർ വഹാബ് അടക്കമുള്ള നേതാക്കന്മാർ ആദ്യമായി നമ്മുടെ സംസ്ഥാനത്ത് പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ പാലക്കാട്ടെ ഈ കർഷക സമ്മേളനം എന്നുള്ളത്. പിന്നെ ഇത് 16-ാം തീയതി നാളെ ഉച്ചയ്ക്ക് 2:30 ഇതിന്റെ പതാക ഉയർത്തൽ സംസ്ഥാന പ്രസിഡന്റ് കുറുക്കോളി മൊയ്‌ദീൻ. അതുപോലെ തന്നെ വൈകിട്ട് 3:30 ഇതിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അത് ഖാദർ മൊയ്‌ദീൻ സാഹിബ്, അഖിലേന്ത്യാ ലീഗ് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ്. ലീഗ് ദേശീയ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കളത്തിൽ അബ്ദുള്ള, സംസ്ഥാന ഭാരവാഹികളായ M മാഹിൻ അബൂബക്കർ, M അബൂബക്കർ ഹാജി, MPA ബക്കർ മാസ്റ്റർ, KTA ലത്തീഫ്, PK അബ്ദുള്ളക്കുട്ടി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.